ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരും ദൈവത്തിന് പ്രിയരുമായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃഭൃത്യന്മാരെ, നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനും മനോദുഃഖങ്ങൾ അറിഞ്ഞ് നമുക്ക് ദൈവത്തിൻ്റെ കൃപ തന്ന് വചനം തന്ന് നമ്മളെ ശക്തീകരിക്കുന്നവരും ഓരോ ദിവസവും ജീവിക്കാൻ വേണ്ടിയിട്ടെല്ലാം നമുക്ക് നൽകി തരുന്നവനുമായ മഹാദൈവത്തിൻ്റെ തിരുമുമ്പിലിരുന്നു കൊണ്ട് ദൈവവചനത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം നമുക്ക് പറഞ്ഞു തരുന്ന ദൈവിക ആലോചനകളെ സ്വർഗീയ ദൂതുകളാക്കി നിങ്ങളുടെ അടുക്കലെത്തിക്കുവാൻ കർത്താവ് എനിക്ക് തരുന്ന ദൈവകൃപയ്ക്കായി ഞാൻ എൻ്റെ ദൈവത്തെ ഒത്തിരി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ട് ദൈവവചന കേൾവിക്ക് വേണ്ടി താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ എൻ്റെ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് വളരെ ലളിതമായിരിക്കുന്ന ഒരു ആത്മീക ചിന്ത നമ്മുടെ ജീവിതത്തിൻ്റെ ഉന്നമനത്തിനുതകുന്നത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ തന്നെ ഞാൻ ശരണപ്പെടുന്നു. തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യിരെമ്യാ പ്രവചനം 22-ാം അധ്യായം 4-5 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യിരെമ്യാ പ്രവചനം 22-ാം അധ്യായം 4-5 വാക്യങ്ങൾ. നിങ്ങൾ ഈ വചനം അനുസരിച്ചാൽ ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കുന്നവരും രഥങ്ങളിലും കുതിരപ്പുറത്തും കയറുന്നവരുമായ രാജാക്കന്മാരും അവരുടെ ഭൃത്യന്മാരും പ്രജകളും അരമനയുടെ വാതിലുകളിൽ കൂടെ കടക്കും. ഈ വചനം കേട്ടനുസരിക്കയില്ലെങ്കിലോ ഈ അരമന ശൂന്യമായി പോകും എന്ന് ഞാൻ എന്നെ ചൊല്ലി സത്യം ചെയ്യുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വചനം കേട്ടനുസരിക്കുന്നില്ലെങ്കിലോ ഈ അരമന ശൂന്യമായി പോകുമെന്ന് ഞാൻ എന്നെ ചൊല്ലി സത്യം ചെയ്യുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാ പ്രവാചകൻ്റെ കാലത്ത് യെരുശലേമിൻ്റെ അരമനയിൽ ചെന്ന് രാജാവിനോട് പറയാൻ സർവശക്തനായ ദൈവം പ്രവാചകനെ ഭരമേൽപ്പിച്ച തീവ്രതയുള്ള ഒരാത്മീയ അരുളപ്പാടാണ്. ഇതിൻ്റെ കേന്ദ്ര വിഷയം ദൈവവചനം എന്നുള്ളതാണ്. പണ്ടങ്ങോ രാജാവിനോട് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമുക്കിത് ബാധകമല്ല എന്ന് വിചാരിക്കരുത്. തിരുവെഴുത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് എക്കാലത്തുമുള്ള ദൈവമക്കൾക്ക് മുന്നറിയിപ്പിനും ഉപദേശത്തിനും നന്മയ്ക്കും ഒക്കെ കാരണമാണ്. അതുകൊണ്ട് തന്നെ ഈ വാചകങ്ങൾ വളരെ ശ്രദ്ധേയവും നാം മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. വേദപുസ്തകത്തിലെ പൊതുവായ ഒരു ഉപദേശമാണ്, ഒരു സത്യമാണ് ദൈവവചനം അനുസരിക്കുക എന്നുള്ളത്. എല്ലാ കാലത്തും ദൈവത്തിൻ്റെ വചനവുമായി നമുക്ക് വളരെ ബന്ധമുണ്ട്. ഞാൻ പറയാറുണ്ട്, ദൈവം കഴിഞ്ഞാൽ പിന്നെ ആത്മീകരായ ദൈവമക്കളായ നമുക്ക് ഏറ്റവും അധികം ബന്ധം എന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും അധികം ആത്മാർത്ഥതയോടെയുള്ള ഒരു അഫിക്ഷൻ ഉണ്ടാകേണ്ടത് ദൈവവചനവുമായിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പാരമ്പര്യമോ അല്ലെങ്കിൽ പൈതൃകമോ അല്ലെങ്കിൽ ദൈവദാസന്മാരോ കൃപാവരങ്ങളോ ബന്ധങ്ങളോ ഇതൊക്കെ അത് കഴിഞ്ഞിട്ടാണ്. ദൈവവചനവുമായിട്ട് നമുക്ക് എത്രത്തോളം ബന്ധമുണ്ടോ, ദൈവവചനം നമ്മൾ എത്രത്തോളം അനുസരിക്കുന്നുണ്ടോ, ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആത്മീകം ദൈവം നിശ്ചയിക്കുന്നത്. നമുക്ക് എത്ര തലമുറയായി നമ്മൾ ദൈവികമായിരിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ സഭാപരമായിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് പങ്കാളികൾ എന്നതിനേക്കാൾ അപ്പുറം സർവശക്തനായ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന കാര്യത്തിൽ നമുക്ക് എത്രത്തോളം താല്പര്യമുണ്ട്. ആ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ആ വചനത്തിൽ തന്നെ ജീവിക്കുക, വചനം കൊണ്ട് ജീവിതത്തെ കെട്ടിപ്പണിതെടുക്കുക, വചനത്തിൻ്റെ പാറ്റേൺ ഫോളോ ചെയ്യുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ആത്മീക ജീവിതം നയിക്കുന്ന കാര്യത്തിൽ. ഞാൻ ദൈവവചനത്തെ ഏറ്റവും അധികം ശ്രദ്ധിക്കുകയും ദൈവവചനത്തെ ജനങ്ങളോട് എൻ്റെ പ്രഭാഷണങ്ങളുടെ ആമുഖത്തിൽ വചനം കേട്ടാൽ, വചനം അനുസരിച്ചാൽ, വചനം വായിച്ചാൽ, വചനം ശ്രദ്ധിച്ചാൽ നമുക്കുണ്ടാകാവുന്ന പരമഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ് ബോധിപ്പിച്ചിട്ടാണ് മിക്കവാറും എൻ്റെ പ്രഭാഷണങ്ങൾ തുടങ്ങാറുള്ളത് തന്നെ. കാരണം വെറുതെ ഒരു മതപ്രസംഗം പോലെ അല്ലല്ലോ ദൈവവചന പ്രഭാഷണം. ഇത് വായിച്ച് കേൾപ്പിക്കുന്നവർക്ക് പോലും ഭാഗ്യാവസ്ഥകളുണ്ടെന്ന് തിരുവെഴുത്ത് സാക്ഷീകരിക്കുന്നുണ്ട്. ഇത് അംഗീകരിക്കുന്നവർക്കും അനുസരിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും ഇതിനെ വഹിക്കുന്നവർക്കുമൊക്കെ അതിൻ്റേതായിരിക്കുന്ന ഗുണങ്ങൾ തിരുവെഴുത്ത് നമുക്ക് ബോധ്യമാക്കി തരുന്നുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ഓർപ്പിക്കാം, ഇന്നും ദൈവവചനവുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമ്മൾ ആഴമായി പരിശോധിക്കണം.
വചനവുമായിട്ട് നമുക്ക് എത്രത്തോളം ബന്ധമുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇവിടെ കൊട്ടാരത്തിൽ കയറി അരമനയിലെ കൊട്ടാരത്തോടും കൊട്ടാരത്തിലെ രാജാവിനോടും രാജഭൃത്യന്മാരോടും പ്രത്യേകം പറയാൻ ദൈവത്തിൻ്റെ പ്രവാചകനെ ദൈവം പരമേൽപ്പിച്ചത് കണ്ടോ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ വചനം അനുഷ്ഠിച്ചാൽ, അതാണ് 4-ാം വാക്യത്തിൻ്റെ പ്രമേയം. അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിനകത്ത് പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ വില കൊടുത്താൽ, അതുപോലെ അനുസരിച്ചാൽ നിങ്ങൾക്ക് ഈ കൊട്ടാരത്തിൻ്റെ വാതിലുകളിൽ കൂടെ കടക്കാം എന്ന്, അത്രയും ആണ് ചുരുക്കി അത് എഴുതിയിരിക്കുന്നത്. അവർ ഈ വാതിലിൽ കൂടെ കിടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ കൊട്ടാരത്തിനകത്ത് കയറും. അവർ ഇതിൻ്റെ ഉമ്മറപ്പടി അഥവാ ഇതിൻ്റെ പ്രധാന വാതിൽ കടന്ന് അകത്ത് വരും. ഇതല്ലെങ്കിൽ ഈ കൊട്ടാരത്തിനകത്ത് നിനക്ക് കയറാൻ പോലും ജീവിക്കാൻ പോലും ഒക്കുകയല്ല. രാജകുടുംബത്തിൽ ജനിച്ചാലും രാജാവിൻ്റെ മകനായിരുന്നാലും കൊട്ടാരത്തിൽ ജോലി കിട്ടിയാലും, അതാണല്ലോ രാജഭൃത്യന്മാർ, അരമനവാസികളായി ജന്മം കൊണ്ട് പിതാക്കന്മാരുടെ കാലം മുതൽ ജനിച്ചു വളർന്നാലും ഇതിനകത്ത് സ്വസ്ഥതയോടെ കിടക്കണമെങ്കിൽ, ഈ വാതിലിനകത്ത് നീ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ, നിൻ്റെ പത്തായത്തിൽ നെല്ലുണ്ടായാൽ പോരാ, നിൻ്റെ അടുക്കളയിൽ ആഹാരമുണ്ടായാൽ പോരാ, നിൻ്റെ ഖജനാവിൽ പണമുണ്ടായാൽ പോരാ, നിൻ്റെ ഇടത്തും വലത്തും പരിച പിടിച്ച് നിൽക്കാൻ അംഗരക്ഷകരുണ്ടായാൽ പോരാ, നിന്നെ വെഞ്ചാമരം വീശി ഉറക്കാൻ കൊട്ടാരത്തിനകത്ത് കൊട്ടാര പരിപാലകരുണ്ടായാൽ പോരാ. പിന്നെയോ എൻ്റെ വചനം, കാരണം ഇസ്രായേൽ എന്ന രാഷ്ട്രം ദൈവത്തിൻ്റെ രാജ്യമാണ്, ദൈവജനമാണ്, ഞാൻ പിടിച്ചുകൊണ്ടും വിടിവിച്ചുകൊണ്ട് വന്ന ജനമാണ്, അവരെ നയിക്കാൻ ഞാൻ ആക്കി വെച്ചതാണ്. നീ എന്നെ എൻ്റെ വചനം മറന്ന് ജീവിച്ചാൽ നിനക്ക് ഈ വാതിലിനകത്ത്, അരമന വാതിലിനകത്ത് സ്വസ്ഥതയോടെ കിടക്കാൻ പറ്റിയല്ല. ഇതിനകത്ത് ദൈവവചനം അനുസരിച്ചാൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും നീ അരമന മാറ്റിവെക്കാം. അരമന എന്നൊക്കെ പറഞ്ഞാൽ കൊട്ടാരത്തിലേക്ക്, രാജാവിലേക്ക് ദൂത് പോകും. നമ്മുടെ വീട് നമ്മൾ നോക്കുക. നമ്മുടെ വീടിൻ്റെ വാതിലിനകത്ത് നമുക്ക് സ്വസ്ഥതയോടെ ജീവിക്കണമെങ്കിൽ ദൈവവചനം അനുസരിക്കുക. വചനമനുസരിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമുക്ക് അനുകൂലവും അനുഗ്രഹവുമാക്കി കാര്യങ്ങളെ മാറ്റിത്തരും. 5-ാമത്തെ വാക്യത്തിൻ്റെ പ്രമേയമാണ് ഞെട്ടലുളവാക്കുന്നത്. അവിടെ പറയുന്നു, ഈ വചനം കേട്ടനുസരിക്കയില്ലെങ്കിലോ ഈ അരമന ശൂന്യമായി പോകും. അരമനയെ അനുഗ്രഹിക്കുന്നതും വചനമാണ്, അരമനയെ ശൂന്യമാക്കുന്നതും വചനമാണ്. അരമനയുടെ അടിത്തറ പണിതിരിക്കുന്ന കല്ലുകളോ അരമനയിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണ്ണപ്പാളികളോ ഈ അരമന പണിയിപ്പിച്ച പുരാതന രാജാക്കന്മാരാരുമല്ല നിശ്ചയിക്കുന്നത്. അതത് കാലത്ത് അരമനയിൽ പാർക്കുന്നവരും വചനവുമായിട്ടുള്ള ബന്ധം എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അരമന അനുഗ്രഹിക്കപ്പെടണോ ശൂന്യമാകണോ എന്ന് തീരുമാനിക്കുന്നത്. നമ്മുടെ ഭവനം അനുഗ്രഹിക്കപ്പെടുവാൻ ആ ഭവനത്തിൽ വസിക്കുന്നവർ വചനമനുസരിക്കണം. ഭവനത്തിൽ വസിക്കുന്നവർ ദൈവവചനത്തെ പുറകിലെറിഞ്ഞു കളഞ്ഞാൽ അരമന ശൂന്യമാകും. അരമനയിൽ ആളുണ്ടാകില്ല, നന്മയുണ്ടാകില്ല, സമാധാനമുണ്ടാകില്ല, സന്തോഷമുണ്ടാകില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ അരമനയുടെ സ്ഥാനത്ത് നമ്മുടെ വീടാണ് കാണുന്നത്. രാജാവിൻ്റെ വീടാണെങ്കിൽ അതിന് അരമനയെന്ന് വിളിക്കും, അല്ലെങ്കിൽ കൊട്ടാരമെന്ന് വിളിക്കും. സാധുവായ നമ്മുടെ വീടിന് കുടിലെന്നും വീടെന്നും ഭവനമെന്നൊക്കെ വിളിക്കും. നമ്മുടെ ഭവനം അനുഗ്രഹിക്കപ്പെടാൻ, നമ്മുടെ വീട് ശൂന്യമാകാതിരിപ്പാൻ, അതിനകത്ത് സ്വസ്ഥതയും സമാധാനവും ആരോഗ്യവും ബലമൊക്കെ നിലനിൽക്കാൻ ദൈവത്തിൻ്റെ വചനവുമായി ഒരിക്കലും ഏറ്റുമുട്ടരുത്. ആ വചനമനുസരിക്കാനും അംഗീകരിക്കാനും മനസ്സ് വയ്ക്കാം. അതിനായി നമുക്കൊരുങ്ങാം. ദൈവവചനവുമായിട്ട് എനിക്കേറെ ബന്ധമുണ്ട്, അത് ഞാൻ അനുസരിക്കും, അതിനെ അവഗണിക്കത്തില്ല എന്ന മനസ്സോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുവചനത്തിന് ഞങ്ങളുടെ മേലുള്ള സ്വാധീനത്തെ ഞങ്ങൾ അറിയുന്നു. അങ്ങയുടെ വചനം എത്രത്തോളം ഞങ്ങൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നോ അത്രയ്ക്ക് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങൾ നിറഞ്ഞിരിക്കട്ടെ. ഞങ്ങളുടെ ഭവനത്തിൻ്റെ വാതിലുകൾക്കകത്ത് ഞങ്ങളും കുഞ്ഞുങ്ങളും സമാധാനത്തോടെ ജീവിക്കട്ടെ. അതിനുവേണ്ടി ദൈവത്തെ അനുസരിപ്പാൻ, വചനത്തെ അനുസരിപ്പാൻ കൃപ തരണം. വചനമനുസരിക്കാത്ത പക്ഷം അരമന ശൂന്യമാകുമെന്നുള്ള മുന്നറിയിപ്പ് ഞങ്ങൾ തിരിച്ചറിയുന്നു.
ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൃപ കൊണ്ട് നിറയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു. മാനിച്ചനുഗ്രഹിക്കണം, മഹത്വമെടുക്കണം. ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.